Good morning, y'all. This is Bindu Arunlal. We are here today. Right now, we have reached Kodamangalam. So we are on a trip from our club, Bodyline, Perumbaur. So even though it's a rainy day, we are here with our official trip from Bodyline. So behind, you can see the array of workers. Some are yet to join. We are waiting for them in between our trip to Munnar. So our route is Kodamangalam, then Munnar, Adimali, Munnar, Chinnakanal, Anerangal, and back to, like, it's just one day trip. So this is our trip me. So see you. Bye. So we are here to have our first tea of the day. So from a very Nadan Tattigada. See, you can see behind me, no? And there is a small change in the route. We have set our route like from after Kodamangalam, we took a left turn, and right now we are heading towards Mamalakandam, and from Mamalakandam we will be again joining the way towards Munnar. So this is the nice place. So see, you can see the riders behind me, and see, nice river. Gravity's holding me back. See a new friend. We just came in like all day. So നമ്മളിവിടെ മാമലക്കണ്ടത്ത് എത്തി. ഇത് നോക്കിയേ, ഇതൊരു ഭംഗിയാ നോക്കിയേ, അടിപൊളി. ഈ ബ്രിഡ്ജ് ഇപ്പോൾ പുതിയതായിട്ട് പണിതാ കേട്ടോ, പണ്ട് ഉണ്ടായിരുന്നതാണ്, ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് ഇപ്പോൾ റൈറ്റ് നൗ ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ സെറ്റ് ടു ഗോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ പോയ വഴി കാണിച്ചു തരാം. ആ വഴി ഇറങ്ങി ഇതുവഴി പോയി ഇങ്ങനെ കയറി. ഈ പാലം പണിതെങ്കിലും കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടില്ല അതിൻ്റെ പണി. അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വരാനായിട്ട്. സോ നമ്മളങ്ങനെ നെക്സ്റ്റ് സ്പോട്ട് ഇൻ മാമലക്കണ്ട എത്തി. സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഈസ്. മഞ്ഞൊക്കെ കണ്ടോ? സോ ഇറ്റ്സ് കമ്മിങ് ഡൗൺ. സോ വി ഹാവ് ഓൾ പാർക്ക്ഡ് അവർ വെഹിക്കിൾസ് ഹിയർ. എല്ലാവരും സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാണ്. സോ ദിസ് ഈസ് ടീം Bodyline. So this is my bike and this is my husband's Arunlal's bike. So നമ്മൾ വന്ന് മാമലക്കണ്ടം ഫേമസ് സ്കൂള്, ഈ ആർച്ചും ആ കാണുന്ന ചെറിയ വെള്ളച്ചാട്ടവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സോ ഇതാണ് ആ പറഞ്ഞ സ്കൂള്. ഈ സ്കൂളിലുള്ള കുട്ടികൾ ബൂണ്ടാണ്. They can have this view, beautiful scene every day. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊക്കെ കൂടുതൽ വന്നവരായിരിക്കും ഇത് എൻജോയ് ചെയ്യുന്നത്. ഇറ്റ്സ് നൈസ്, സോ നൈസ്. സുസി, ഇതാണ് കേട്ടോ ആ സ്കൂളിലെ മുറ്റം. എന്ത് രസമായിരിക്കും അല്ലേ ഇവിടെയുള്ള കുട്ടികൾക്ക് ബ്രേക്ക് സമയത്ത് ഓടിക്കളിച്ച് നടക്കാനും കുറേ കളികളൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് നടക്കാനും. നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു അല്ലേ? ഞാനൊക്കെ കളിച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടോ, അടിപൊളിയല്ലേ? ഇത് നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ വെള്ളം സ്ട്രീമാണ് കേട്ടോ. ഇത്തിരി ഭംഗിയാ നോക്കിയേ. പക്ഷെ ഇതിനൊരു വിൽഡർനെസ് കൂട്ടാനായിട്ട് ദേ കിടക്കണം നല്ല ഫ്രഷ് ആനപ്പിണ്ടം. അടിപൊളി അല്ലേ? അവിടെ നിന്ന് ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ ഇന്ന്. നല്ല ഭംഗി, ഭയങ്കര കാം. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ഒരു തണുപ്പാണ്. എന്താ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ട്. സോ ഇതാണ് മാമലക്കണ്ടം സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടം, സോറി അരുവി. നോക്കി.
മൂന്നാർ റോഡിൽ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങടേക്ക് കയറിയാൽ മതി. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് ആ റോഡൊന്ന് കാണിച്ചേ. ജസ്റ്റ് കാർ പോണാണ്. അപ്പോൾ ആ കണ്ട മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി വന്നാൽ മതി. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. വളരെ ക്ലിയർ വെള്ളം, അടിയിൽ വരെ കാണാം. നമുക്ക് ചെറിയ ചെറിയ മീൻ ഓടി അടക്കണ കാണാം. അടിയിലുള്ള കല്ലുകൾ, നല്ല ഉരുണ്ട കല്ലുകൾ, പല കളറിലുള്ള കല്ലുകൾ. ഇങ്ങനൊരു സ്ട്രീം ഓഫ് വാട്ടർ നമ്മുടെ നാട്ടിൽ കുറവല്ലേ, ഇത്രയും ക്ലിയർ ആയിട്ടുള്ള. ഇതിൻ്റെ പുതിയ ഹാൻഡ് ഗാർഡ്സ് അന്ന് നമ്മൾ ഫിറ്റ് ചെയ്തത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫിറ്റ് ചെയ്ത ഹാൻഡ് ഗാർഡ്സ് ആണ്. വണ്ടിക്ക് ചേർന്ന് പോകുന്നില്ലേ, നല്ലതല്ലേ. അതുപോലെ BMCയുടെ ഫിൽറ്റർ വെച്ചിട്ട് ഞാൻ പറയുന്നിരുന്നു റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ഏകദേശം ഒരു 100-ന് മുകളിൽ കിലോമീറ്റർ എന്തായാലും ഓടിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് തോന്നി. നല്ലൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് ആൻഡ് ലൈക്ക് യു ക്യാൻ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബ്രീത്തിങ് വിതൗട്ട് എനി എഫോ, അങ്ങനെ ഒരു ഫീല്. പക്ഷേ ഇപ്പോഴും ആ ഒരു ഫ്ലാറ്റ് സ്പോട്ട്സ്, അതായത് സെക്കൻഡ് ഗിയറിലുള്ള ഫ്ലാറ്റ് സ്പോട്ട്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ഗിയറിലൊക്കെ എനിക്ക് തോന്നുന്നു വണ്ടി ഒന്നുകൂടെ സ്മൂത്തായി, കുറച്ചുകൂടെ പവറായി. ഭയങ്കര ഒരു ചേഞ്ച് അല്ല, എന്നാലും എന്താ പറയുക, ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഏകദേശം ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് ആ ഒരു ചേഞ്ച് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ മെയിൻ റോഡിൽ ഹൈവേയിൽ അങ്ങനെ കൂടുതൽ പോകാൻ പറ്റിയില്ല. ഹൈവേയിലും കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ടൈം അത് പോയി കഴിയുമ്പോൾ അപ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഏകദേശം കോതമംഗലത്താറായി. പിന്നെ അവിടുന്ന് ഒരു അരമണിക്കൂർ അത്രയൊരു ട്രിപ്പാണ് നമ്മുടെ എൻഡ് ഓഫ് ദി ജേർണി. ബൈ. അപ്പോൾ അടുത്ത ഒരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ നമ്മുടെ ബൈക്കിൻ്റെ വിശേഷവും ഞങ്ങളുടെ വിശേഷങ്ങളും